ಹೇಳಿ ಊರು ತಿಂಡಿ ಮಾಡಿಲ್ಲ ಇಲ್ಲಿ ಹೋಟೆಲ್ ಇದೆ ಹೋಟೆಲ್ ಅದಿಟ್ಟು ಹೋಗಿಸಿಯ ಇದು ಒಂದೇ ವ್ಯವಸಾಯ ಮಾಡ್ತಾರೆ ನೀವು മുത്താരി അതാ പൊണ്ണങ്ങോട് റോഡില്ലേ ഞാൻ പെട്ടോ. ഹലോ ഗൈസ്, ഞാൻ നല്ല വെയിലൊക്കെ ആയപ്പോൾ ബൈക്ക് എടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ കർണാടക ചാമരാജനഗർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അതായത് ബൊമ്മനഹള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു ചെറിയ ഗ്രാമപ്രദേശമാണ്. കുറേ ഗ്രാമങ്ങൾ പിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു ടൗൺ പോലുള്ളൊരു സ്ഥലം, ബസ്സൊക്കെ വന്ന് പോകുന്നൊരു സ്ഥലം. ഞാൻ ബൈക്ക് എടുത്ത് ഇത് വണ്ടി എടുത്തത് രാവിലെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഈ റോഡ് കുറേ അങ്ങ് ഉള്ളിലേക്ക് കുറേ ഗ്രാമങ്ങൾ പിന്നിട്ട് പോയി കഴിഞ്ഞാൽ ഈറോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തി, അതായത് തമിഴ്നാടിൻ്റെയും കർണാടകൻ്റെ അതിർത്തിയിലുള്ള കർണാടകത്തിൻ്റെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ അപ്പുറത്തെ ഈറോഡ് ഡിസ്ട്രിക്റ്റ് തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബൊമ്മനഹള്ളി എന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. കർണാടക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, എല്ലാ കാർഷിക ഗ്രാമങ്ങളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ വന്നപ്പോൾ ഞാനൊന്ന് ഇവിടെ നിർത്തിയിട്ട് ഒന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കട കണ്ടത് ഫാസ്റ്റ് ഫുഡ് കടയാണ്. ഇവിടുത്തെ അടഞ്ഞിടക്കാണ്, വൈകുന്നേരം ആയിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന റോഡ് നമ്മൾ നേരെ പോകും. നേരെ പോയി കഴിഞ്ഞാൽ ഒരു 10-25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോർഡർ എത്തും. ഈ റോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറിലേക്ക് എത്തും. അവിടെ നിന്നുള്ള ഗ്രാമപ്രദേശങ്ങളെ കാഴ്ചകളും അവിടുത്തെ ഗ്രാമീണ ജീവിത രീതികളൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ ബൊമ്മനഹള്ളി നമ്മൾ പുറപ്പെടുന്നു. നമ്മൾ ഡെസ്റ്റിനേഷൻ അറക്കളവാടി എന്ന് പറഞ്ഞൊരു വില്ലേജ് അന്വേഷിച്ചാണ് പോകുന്നത്. അറക്കളവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭാഗം, അത് അറക്കളവാടി കർണാടകൻ്റെ അതിർത്തിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രദേശങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ഏരിയകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചില ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആദ്യമായിട്ട് പോകുന്ന റൂട്ടാണ്. അപ്പം അവിടുത്തെ ഗ്രാമങ്ങൾ ഒക്കെ ഒന്ന് കാണാം. ഇതൊക്കെ ബൊമ്മനഹള്ളീൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ചെറിയ ചായക്കടകളും ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഷട്ടിൽ ഓട്ടോറിക്ഷ. ഉൾഗ്രാമങ്ങളിലേക്ക് ഓട്ടോറിക്ഷയിൽ കയറുന്ന ആൾക്കാർ പോവുക. ഞാനൊരു പ്രാവശ്യം ഒരു ഗ്രാമത്തിലേക്ക് അങ്ങനെ ഓട്ടോറിക്ഷ കയറി പോയിട്ടുണ്ട്. അതൊക്കെ വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. പന്നികളുണ്ടോ? വെള്ള ഹോട്ടലാണ് ഈ കാണുന്നത്. അമ്പലം. ഇനി മൊത്തം കൃഷിയിടങ്ങളായിരിക്കും. അങ്ങനെ കണ്ട് അങ്ങനെ പോകാം നമുക്ക്. ഇതൊക്കെയേതാ സ്ഥലം? എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ചെറിയ ചെറിയ ഗല്ലികളാണ്, ഹള്ളികളാണ്. അതുകൊണ്ട് ചെറിയ വീടുകളും ഇവിടെ ഒരു പ്രത്യേക മണ മൊത്തത്തിൽ ഈ ചാണകത്തിൻ്റെയൊക്കെ. ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോയാലൊക്കെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടോ പുല്ല് കൊടുന്ന് റോട്ടിലിട്ടിരിക്കുന്നത്. ഇത് ഇവർ കൃഷി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ വിത്തുള്ള സാധനങ്ങളായിരിക്കും. ഈ സിയാ സീഡ് പോലുള്ള നിലയൊക്കെ ആയിരിക്കും. അത് കൊടുത്ത് റോട്ടിൽ ഇടും. അങ്ങനെ വണ്ടി കയറി ഇറങ്ങി കഴിയുമ്പോൾ വൈകുന്നേരം സമയത്ത് വന്നിട്ട് അതൊക്കെ പുല്ലൊക്കെ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂല് വെച്ച് അടിച്ച് വാരി നിർത്തി അതിന് മണ്ണും കല്ലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ സാധനം റെഡി. അതിവിടുത്തെ സിസ്റ്റം. ബസ്സൊക്കെ വന്നതിൽ അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോകും. അവർക്ക് കളച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇവിടെ കുറച്ച് നല്ല റോഡുണ്ട്.
ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ വരുന്ന വഴിക്കും കുറെ സ്ഥലത്ത് റോഡ് ഭയങ്കര മോശമായിരുന്നു. വാഴ കൃഷിയൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. വാഴ ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഒരുപാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇത് വാഴ തൂക്കി വില തൂക്കി ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ 2 റോഡ് ഇങ്ങോട്ട് പോകും. ഞാൻ മാപ്പൊന്നും ഇട്ടിട്ടില്ല. മാപ്പ് ഇട്ടാലും കൺഫ്യൂഷനാണ് ഇവിടെ. അറക്കളവാടി റോഡ്, അറക്കളവാടി. Go straight and add some on there. Oh, you don't know? Yeah, I know, but exactly I don't. Okay, no problem. അവർക്കറിയില്ല അറക്കളവാടി എന്ന സ്ഥലത്തേക്കുള്ള റോഡ്. അറക്കളവാടി അല്ല. പോയി ചോദിച്ചു നോക്കാം. ഞാൻ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഒരു അമ്പലമുണ്ട് അല്ലേ, ഒരാളിപ്പോൾ ഒന്ന് തുറക്കുന്നു. ഇവിടെ ഒരു പാറക്കെട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു സിഗ്നൽ അവിടെ ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എങ്ങോട്ടാ പോയാൽ അങ്ങോട്ട് എത്താന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും പോയാൽ. പക്ഷെ നമ്മൾ പോകേണ്ട റൂട്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ റോട്ടിൽ കണ്ടല്ലോ, അവിടെ നിന്ന് കണ്ടല്ലോ പുല്ല് റോട്ടിലിട്ടിരിക്കുന്നത്. അതെന്താന്ന് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, റോട്ടിലേക്ക് പുല്ല് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു നോക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ സിയാസീഡാണോ എന്താണെന്നറിയില്ല. ചോദിച്ചു നോക്കാം. ഇനിയിപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു പക്ക ഗ്രാമവാസികളായിരിക്കും. നമസ്കാരം. ഇത് ಏನು ಇರುತ್ತೆ? ಸಾಂಬಾರು ಉಳ್ಳಿ ಉಳ್ಳಿ ಈರುಳ್ಳಿ. ಇದು ಹೆಂಗೆ ಅಂತ ಕೇರಳ ಕೇರಳ ಇಲ್ಲ, ತಮಿಳ್ನಾಡು. ಇದನ್ನ ಫೋಟೋ ಕಳಿಸಿ. ಇದು ചോറുಗೆ ಇದು ಸಾಂಬಾರ್ വെക്കുന്ന സാധനം. ಮೂರ್ ದಿವಸ ಮಾಡ್ಬೋದು. 3 ಟೈಮ್. 1 2 3 ದಿವಸ 3 ನಾಳ. 3 നാളാ. ഊട്ടാ സാമ്പാർ. ഇത് ഇവിടുന്ന് ഇവര് കൃഷി ചെയ്ത് തന്നെയാണ് റോഡ് കൊടുത്തിട്ടുണ്ടല്ലേ ഈ സാധനം. ഇതിന് ഇങ്ങനെ വാരി എടുക്കും വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ. അതാണ് മൂപ്പര് പണി. 2 ಎಕರೆ ಫುಲ್ ನಿಮ್ದು. ಇದು ಒಂದೇ ವ್ಯವಸಾಯ ಮಾಡ್ತಾರ ನೀವು? ಇದಾದ್ಮೇಲೆ ಜೋಳ ಮುತ್ತಾರಿ. ಮುತ್ತಾರಿ ಜೋಳ. ಓಕೆ. ಈ ಊರ ಹೆಸರು ಏನು? இது சும்மா இது என்னன்னு விசாரிச்சாங்க. அது இது சாப்பிடுறதுக்கு. அதான் சாப்பிடுறதுக்குன்னு தெரியும். சாம்பார்ல மிக்ஸ் பண்ணுறதுன்னு சொன்னாங்க. சாம்பார்ல. இதுக்கு என்ன பேரு? உருளி. உருளின்னு சொல்லுவாங்களா? மலையாள தமிழ்ல வந்து கொள்ளு. ഇത് മലയാളം മുദ്ര. അതിന്റെ പേര് പിടുത്തം കിട്ടിയത്. കുതിരക്ക്. കിഡ്നിക്ക് നല്ലത്. കിലോ എന്താ വില ഇവിടെ? ഇപ്പോ 45-47 47. ഓക്കെ. ഇത് നിങ്ങൾ കിൻഡലായിട്ട് കൊടുക്കും അല്ലേ? കിൻഡലായിട്ട്. 3 നാളെ ചോർക്ക് ಇದು ಸೂಪರ್ ಕೆಡಲ್ಲ. ಊಟಿ ಗೂಳೂರು ಬಂದಿಲ್ಲ. ಇದು ವ್ಯವಸಾಯ ಎಲ್ಲಿ? ತುಂಬಾ ದೂರ ಅಂತ ಅಲ್ಲಿಂದು? ಅಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ. ಅದ್ರಲ್ಲಿ ನಿಮ್ ಸ್ಟಾಫು ಇದು ನೋಡಿ. ಅದೇನು ഇത് ಬಲಿಕೆ. ഓക്കെ. ഇത് മുതലന്റെ പാടാണ് അല്ലേ? പച്ചക്കറി. ഇത് അപ്പൊ അവിടുന്ന് ആണ് ഇപ്പൊ ഇത് ചുമന്നുകൊണ്ട് വരുന്നുണ്ടല്ലോ. അവിടുന്ന് ചേച്ചി ചുമന്നുകൊണ്ട് വരുന്നുണ്ട് കണ്ടോ. അതാണ്. അപ്പൊ കുറെ ദൂരത്തുനിന്നാണ് അവർ എടുത്തിട്ട് വരുന്നത്. വന്നിട്ട് ഈ റോഡിലേക്ക് കൊടുന്നിട്ടാണ്. ഓക്കെ. ഇതിനുള്ളിൽ കൂടെ പോകണമെങ്കിലും ബുദ്ധിമുട്ടാണ്. പുല്ലിച്ച് ടയറിന്റെ അടിക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ മുതിര നമ്മൾ അവിടെ വരുമ്പോൾ കുറച്ച് ചുവപ്പ് കളറിലായിട്ടുള്ള, എനിക്ക് വെള്ള കളറായപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ കുറച്ച് വലുതായിട്ടുള്ളത് നമ്മുടെ അവിടെ നമ്മൾ മേടിക്കുന്ന മുതിര കുറച്ച് ചെറുതായിട്ട് കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ കുറെ ഇതുപോലത്തെ സീഡ് നമ്മൾ കാണാത്ത കുറെ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവും. നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി.
മുതരയാണോ മുത്താരിയാണോ എന്നൊക്കെ. ഏതായാലും നമ്മള് നല്ല പോവാം, വണ്ടി വിടാം. അടുത്തൊരു വില്ലേജ് എത്തി. എല്ലാവരും ഇരിക്കണതാ ഇങ്ങനെ. ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കണോ? ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ. ഓക്കെ, ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൾപ്രദേശങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ നമ്മളെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ള ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ ഈ ടൗണിനോട് അടുത്തുള്ള സ്ഥലങ്ങൾ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് സ്കൂളാണ്, ഇല്ലേ, അടിപൊളിയായിട്ടില്ലേ. കുട്ടികളൊക്കെ ഒന്ന് നോക്കുന്നത് റോഡ് പണിയൊക്കെ നടക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു ഗ്രാമത്തില്. അമ്പലം റൗണ്ട് അടിക്കുക, വീടുകളൊക്കെ ഉണ്ടോ, ഗല്ലികൾ. ആ ഉള്ളിലൂടെ പോകാൻ പറ്റുമോ? അടിട്ടു പോവുക ചെയ്യാം. മോനെ വീടുകളുണ്ടോ ഇവിടുത്തൊക്കെ? എന്തല്ലേ, ഇതിങ്ങനെ പോയി അവസാനിക്കുക റോഡ്. ഇതിവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ അവസാനിച്ചു, തിരിക്കാം. ഇപ്പുറത്തെ റോഡ് കാണുന്നുണ്ട്, ഇവിടെ പോയി നോക്കാം. കാറൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇവിടുത്തെ വാട്ടർ ടാങ്ക് കാണുന്നുണ്ടല്ലേ. വീടുകളെല്ലാം ഒരു സ്ഥലത്തായിരിക്കും ഒരുമിച്ച്. അതായത് എത്ര ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാരായിരുന്നാൽ പോലും അവര് ചെറിയ വീടുകളിൽ താമസിക്കും. അതിനവർക്ക് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇല്ല. അപ്പോൾ പൊതുവെ മലയാളികൾക്കൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് റോഡ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു കേട്ടോ, കിളച്ചിട്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു സൈസ് മണ്ണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ കൊണ്ടം കൂടെ റോഡില്ലേ, ഞാൻ പെട്ടോ ഇല്ല പോകാം. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ കയറി കണ്ടു. മെയിൻ റോഡ് വന്നു. ಈ ವಿಲೇಜ್ ಹೆಸರು ಏನಪ್ಪಾ? ಊರು ಹೆಸರು ಒಡ್ಡಿಗೆರೆ. വട്ടിക്കരെ വട്ടിക്കര ഞാൻ ബോർഡ് കണ്ടിരുന്നു. പക്ഷെ ഇവിടെ ബോർഡുകളൊക്കെ കന്നഡത്തിലുള്ളതുകൊണ്ട് നമുക്കറിയില്ല. ബൈ. അപ്പൊ ഒഡികര എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടാണ്. എനിക്ക് ഇറങ്ങി നടക്കാൻ ചെറിയ പേടിയാണ്. കാരണം എനിക്ക് ഇതിന് മുമ്പ് ഒരു അനുഭവം ഉണ്ട്. ഞാനിങ്ങനെ പോയി ഉള്ളിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ചില ആൾക്കാർ നല്ല രീതിയിൽ പെരുമാറും. എന്നിട്ട് പുറത്ത് ഞാൻ അവസാനിപ്പിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. വന്നിട്ട് ബൈക്ക് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പുറകിൽ ഒരാൾ വിളിച്ചു. അപ്പൊ എന്താ നോക്കിയപ്പോ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതില് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി നോക്കുമ്പോൾ അവിടെ ഇതുപോലെ വീടിന് തിണ്ണലൊരാളിരിക്കുകയാണ് തടിച്ചിട്ട്. പുള്ളൊരു എക്സ് മിലിറ്ററി എന്തോ ആണ്. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് എവിടുന്ന എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഹിന്ദിയിലൊക്കെ മുമ്പിൽ സംസാരിക്കും. ഞാൻ ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പൊ എന്താണ് പർപ്പസ്, എന്തിനാണ് വില്ലേജിന്റെ ഉള്ളിലേക്ക് വന്നത് എന്നൊക്കെ എന്നെ ചോദ്യം ചെയ്തു. അപ്പൊ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് ഭയങ്കര ഉള്ളിലൊക്കെ കൊണ്ടുപോയി ഗൈഡ് ചെയ്ത് കാണിച്ചെന്ന ആൾക്കാരൊന്നും അപ്പോൾ മുൻഗണനല്ല. കാരണം അയാൾ അവിടുത്തെ മാടമ്പിയെന്ന് തോന്നുന്നു ഈ മിലിറ്ററിക്കാരന്. അപ്പോൾ പുള്ളി ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ എൻ്റെ ദയനീയ ഞാൻ ഭയങ്കര പാവന്മാരെയൊക്കെ നിന്ന് അവസാനം കുറച്ചു നേരം എന്തൊക്കെയാ പറഞ്ഞ അയാൾ കന്നഡത്തിൽ. എന്നിട്ട് ഹോഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ മനസ്സിലായി പോവാൻ പറയണെന്ന്. വേഗം വണ്ടി എടുത്ത് വിട്ടു. അതിന് ശേഷം ഹിന്ദിയില്ല.
ತಮಿಳ್ನಾಡು ನೀವು ಸ್ವಲ್ಪ ವಿಡಿಯೋ ಮಾಡಿದೆಯಾ ನೀವು ಚಾನಲ್ ಇದೆ ನಿಮ್ಗೂ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് പ്രസാദ് മാധവ് പ്രസാദ് നമ്മൾ പോകുന്ന നാട്ടിലുള്ള ആളാണ് അതായത് അറക്കളവാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ് അപ്പൊ നിಮ್ ജೊತೆ ನಾನು ಬರ್ತೀನಿ അപ്പൊ അവന്റെ കൂടെ പോവാം അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ ബഡഗേര എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു അപ്പൊ അവനെ കിട്ടി അപ്പൊ ഇനി നമുക്ക് വലിയ വിഷയം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവര് ഒക്കെ നമ്മളടുത്ത് പക്ഷെ ഇവനും പേടിയുള്ള ആളായിരിക്കും ചിലപ്പോ അവിടെ ഉണ്ടാവുക ഇവനും അവിടെ പോയാൽ ചിലപ്പോൾ മിണ്ടൂല അങ്ങനെ ഇവരെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അതാണ് കൂട്ടിക്കൊണ്ട് അവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനാ വീഡിയോ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ മിണ്ടൂല പിന്നെ ചെക്കന്മാർ ഈ ന്യൂജൻ ചെക്കന്മാർക്കൊക്കെ പിന്നെ കുറെ അറിയാലോ യൂട്യൂബും ഇതൊക്കെ ഇത് അറിയാത്തവർക്കാണ് ഈ പ്രശ്നം റോട്ടിലായിട്ടിട്ട് നമ്മളത്തെ സൈഡ് കൂടെ പോവാന് വന്ന് കൊറേ സ്ഥലങ്ങൾ വന്നു ഇനി ഒരു 5-8 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊക്കെ കുറച്ച് നല്ല റോഡൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ ഇവിടുത്തെ വില്ലേജുകളാണ് അടിപൊളി ഇത് ബസ് വരുന്നല്ലോ ഇത് ഇങ്ങനത്തെ കളറ് ഏത് തെക്നാമിയ റൈറ്റ് അങ്ങനെ ഞാന് അവസാനം അറക്കളവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് എത്തി ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ വന്ന പ്രസാദ് അവനെ കൂടെ പോയിന്ന് പോലും എനിക്കറിയില്ല എവിടെ പോയിന്നറിയില്ല പെട്ടെന്ന് തന്നെ കാണാനില്ല അറക്കളവാടി എത്തുന്ന ബോർഡ് ഉണ്ടപ്പോൾ മനസ്സിലായി അവൻ അങ്ങനെ കൈയിട്ട് കാണിച്ചിട്ട് ബാക്കിൽ കട്ടിലേക്ക് കയറിട്ടിട്ട് പോയി അപ്പൊ അറക്കളവാടി അത്ര ഉൾഗ്രാമം എന്ന് പറയാനൊന്നുമില്ല ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് അപ്പുറത്തേക്ക് ഈറോഡ് ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടെ സ്കൂളും മറ്റും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് സ്കൂൾ കുട്ടികളൊക്കെ നമ്മളെ കണ്ടപ്പം ಹೇಳಿ ಊರು ಹೆಸರು ತಿಂಡಿ ಮಾಡಿಲ್ಲ ಇಲ್ಲಿ ಹೋಟೆಲ್ ಇದೆ ಹೋಟೆಲ್ ಏನು ಅಲ್ಲಿ ಸಿಗುತ್ತೆ ಏನು ಫುಡ್ ಏನು ಅದು ರೈಸು ಇಡ್ಲಿ ದೋಸೆ ಎಲ್ಲ ಸಿಗ್ತಾ ಮೀಲ್ಸ್ ಸಿಗ್ತಾ ಸಿಗೋ ಓಕೆ അപ്പോൾ ഇവിടുത്തെ സ്കൂള് ಇಲ್ಲಿ ಸ್ಕೂಲ್ ಇದೆ ಸ್ಕೂಲ್ ಹೆಸರು JSS ಎಷ್ಟಿದೆ ಹೈರ್ ಸೆಕೆಂಡ್ರಿ +2 10th വരെയുള്ള സ്കൂളുണ്ട് JSS സ്കൂൾ ആ സ്കൂളിലത്തെ സ്റ്റുഡൻസ് ആണത് അവർക്ക് നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അവരാണ് ഈ കുട്ടികളൊക്കെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള റോഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അറക്കളവാടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇത് പ്രൈവറ്റ് ബസ് സർവീസ് ഇത് പ്രൈവറ്റ് ബസ് വരും അതുപോലെ തന്നെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ബസ്സും വരും പിന്നെ ഇവിടെ നല്ല ഫുഡൊന്നും കിട്ടൂല കേട്ടോ നമുക്ക് കഴിക്കാൻ പാകത്തുള്ള നല്ല ഭക്ഷണമൊന്നും കിട്ടാൻ സാധ്യതയില്ല ഹോട്ടല് നമ്മൾ ചെറിയ കടയൊക്കെ ഉണ്ട് പക്ഷെ ആ കടയിലത്തെ ഭക്ഷണം നമുക്ക് സെറ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല എനിക്കിപ്പോൾ നല്ല വിശക്കണൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കഴിക്കണോ വേണ്ടെന്ന് 2 മനസ്സോടെ നിൽക്കുകയാണ് മീൽസ് ഞാൻ കഴിക്കാൻ വിചാരിക്കുന്നു നോക്കാം പിന്നെ ഇവിടെ ഒരു ബേക്കറി ഉണ്ട് എന്തോ എന്താണ് ഹങ്കയോ അതോ അതിൻ്റെ പേരാണോ ഐസ്ക്രീം കമ്പിൻ്റെ പേരാണോ എന്നറിയില്ല ബേക്കറിൻ്റെ പേര് കന്നഡത്തിലാണുള്ളത് ഓക്കെ അപ്പോൾ അത് നമുക്ക് വായിക്കാൻ കിട്ടൂല അപ്പോൾ അവിടെ നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടുമെന്നാണ് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ നമ്മളത് പറഞ്ഞത് അപ്പോൾ അറക്കളവാടി എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് നമുക്കിനി അറക്കളവാടിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമോ നോക്കാം ഇവിടുന്ന് ഈ റോഡ് പോകുന്നുണ്ട് ഈ റോഡ് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കായിട്ട് ബോർഡർ ഉണ്ടാവും ആ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈറോഡ് ഡിസ്ട്രിക്റ്റാണ് ഈറോഡ് ഡിസ്ട്രിക്റ്റിലുള്ള പിന്നെ അരുൾവാടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ് വില്ലേജുകൾ ഒരുപാടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്നത് തമിഴ്നാടിൻ്റെയും കർണാടകൻ്റെയും കൾച്ചറൊക്കെ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ ആയതുകൊണ്ട് ഇൻഫിൽട്രേഷൻ ഉണ്ടാവും എല്ലാം ഒരേ കൾച്ചർ തന്നെയാണ് ഇവിടെ ഉള്ളവർക്ക് തമിഴ് വലിയ പിടുത്തല്ല ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങനെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ വരും പക്ഷെ മെജോറിറ്റി ഇവിടെ തമിഴ്നാട് ഗ്രാമങ്ങളിലായാലും ഇവിടുത്തെ കർണാടക ഗ്രാമങ്ങളിലുള്ള പോലെ തന്നെ അധികം ആളുകളും കന്നഡ സംസാരിക്കുന്ന ആൾക്കാരാണ് കന്നഡ സ്വദേശികളാണ് പക്ഷേ തമിഴ്നാട്ടിലാണെന്നേ ഉള്ളൂ പിന്നെ ഇവിടുന്ന് മല ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് യഥാർത്ഥ തമിഴ്നാടിൻ്റെ ഈ റോഡിൻ്റെ കൾച്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ
അതുവരെ തമിഴ്നാടാണെങ്കിൽ പോലും അതൊരു കർണാടക കൾച്ചറിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഏതായാലും അറക്കളവാടിയിൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. പക്ഷേ നമ്മൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് അടിപൊളി ഒരു ചായയും ഒരു ചൂട് എഗ് പഫ്സും കഴിച്ചു. അത് മതി. ഡീസൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബേക്കറിന്ന് അയ്യങ്കാർ ബേക്കറി ആൻഡ് സ്വീറ്റ്സ് അത് കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്, ചായക്കടയൊക്കെ ഉണ്ട്, അല്ല മറ്റേ മീൽസൊക്കെ കിട്ടുന്ന ചെറിയ കടയൊക്കെ ഉണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്തു. അത് കഴിക്കാൻ വലിയൊരു മൂഡില്ല. അങ്ങനെ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു കവാടമൊക്കെ കാണാം. ഇത് വീടാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഏരിയ ആണ്. ഇതിൻ്റെ കൂടെ പോയി എന്താ കാണാൻ നോക്കാലോ. ട്രാക്ടർ ഉണ്ടോ? ഇവിടുത്തെ വീടുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇത് ഫറൂഖ്ലവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഏരിയയാണിത്. പഴയ കാലത്ത് വീടുകളൊക്കെ ഉണ്ട്, പുതിയ വീടുകളും ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ അങ്ങനെ ആ മെയിൻ റോഡിലേക്ക് തന്നെ ചെന്ന് കയറും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും മെയിൻ റോഡിലേക്ക് തന്നെ വന്ന് കയറും. നമുക്ക് ഇതുവഴി ഒന്നിങ്ങനെ പോയി നോക്കാം. ഇത്രയേ ഉള്ളൂ അറക്കളവാടി. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വില്ലേജ്, അതായത് കൃഷിയിടങ്ങൾ കാണാം. അത്ര തന്നെ, അല്ലാതെ വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് കർണാടകേൻ്റെ അവസാനത്തെ ഒരു വില്ലേജ് എന്ന് വേണം പറയാം. അതായത് നമ്മുടെ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു കൊച്ചു വില്ലേജ്. എന്താ പോലീസ് സ്റ്റേഷനോ അല്ല എന്തോ ഗവൺമെൻറ് സ്ഥാപനമാണ്. ഈ ഇത്രയും ആൾക്കാരും എല്ലാ സ്ഥലത്തും ഉണ്ടാവും കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ. ബൈക്കുമായതുകൊണ്ട് നമുക്ക് ധൈര്യം ഒറ്റ പോക്ക് പോയാൽ മതിയല്ലോ. എല്ലാം ചില ആൾക്കാരുടെ സ്വഭാവം ശരിയുണ്ടാവില്ല. അതിനു വേണ്ടി ചില ആൾക്കാരാണ് ഭയങ്കര നല്ല നീറ്റ് പെരുമാറ്റം സ്വഭാവമൊക്കെ ആയിരിക്കും. ചില ആൾക്കാർ വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ആളുകൾ പല വിധമാണ്. ഓക്കെ, അതേ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പം ഇത് റോഡ് ഇതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വ്യവസായ സ്ഥലങ്ങളൊക്കെ കാണണം. അപ്പോൾ നമുക്ക് തമിഴ്നാട് വരെ പോയി നോക്കാം. തമിഴ്നാടിൻ്റെ ബോർഡർ കടന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകണം. അത് അവിടെ അറുൾവാടി എന്ന് പറഞ്ഞാൽ പിന്നെ തമിഴ്നാട് വില്ലേജുകളാണ്. അവിടെ എന്താ കൾച്ചർ എന്നൊക്കെ ഒന്ന് പോയി നോക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അപ്പോൾ ബൈ ബൈ.